ജമ്മു ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ മേഖലയിലേക്ക് മിസൈലുകൾ തൊടുത്ത് പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമത്തിന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ. രാജസ്ഥാനിലെ ജയ്സാൽമീറിലും ഹരിയാനയിലെ അംബാലയിലും ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചു. സാംബ സെക്ടറിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 7 ഭീകരരെ BSF വധിച്ചു. അതിർത്തിയിലെ പാക് വെടിവയ്പിൽ ജവാന് വീരമൃത്യു. ആന്ധ്ര സ്വദേശി മുരളി നായിക്കാണ് വീരമൃത്യു വരിച്ചത്. പഞ്ചാബ്, ജമ്മു കശ്മീർ അതിർത്തികളിൽ കൂടുതൽ ആകാശ് മിസൈലുകൾ സജ്ജമാക്കി. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അതിർത്തി മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കാൻ ടെറിട്ടോറിയൽ ആർമിയെ വിന്യസിക്കും. മുന്നൊരുക്കങ്ങൾ നടത്താൻ ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, ഇന്നലെ രാത്രി ഉണ്ടായതുപോലെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനമോ ആക്രമണമോ ഉണ്ടായാൽ അതിനെ ചെറുക്കാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി അതിർത്തി മേഖലകളിലും ജില്ലകളിലുമൊക്കെ എന്തൊക്കെ നിയന്ത്രണങ്ങളും മുന്നൊരുക്കങ്ങളുമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്? ദിവ്യ, വലിയ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രധാനമായും അതിർത്തി മേഖലയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടെറിട്ടോറിയൽ ആർമി അടക്കം കൂടുതലായി ഈ മേഖലയിൽ വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വ്യോമാക്രമണ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും സജ്ജമാണെന്നും അതുപോലെ തന്നെ അതിർത്തി മേഖലയിലടക്കം ഇത് വിന്യസിച്ചിട്ടുണ്ടെന്ന് കൂടി ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ രാത്രിയോടുകൂടിയാണ് പാകിസ്ഥാന്റെ വലിയ പ്രകോപനം ജമ്മു കാശ്മീർ, അതുപോലെ തന്നെ പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ അതിർത്തി മേഖലയിൽ ഉണ്ടായത്. മിസൈലുകളും ഡ്രോണുകളും അടക്കം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുകയായിരുന്നു. പക്ഷേ കൃത്യമായി ഈ വ്യോമാക്രമണ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമായി തന്നെ പാകിസ്ഥാന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തുകയും ഒരു ഡ്രോണോ അല്ലെങ്കിൽ ഒരു മിസൈൽ പോലും ഇന്ത്യയിൽ പതിക്കാതെ പൂർണ്ണമായും പാകിസ്ഥാന്റെ ശ്രമങ്ങളെ തകർക്കുകയായിരുന്നു. പിന്നാലെ ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയത്. ലാഹോർ, പെഷ്വാർ, അതുപോലെ തന്നെ സിയാൽകോട്ട് അടക്കമുള്ള മേഖലയിൽ ഇന്ത്യൻ മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമിക്കുകയുണ്ടായി. കൃത്യമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വസതിയിലെ 20 കിലോമീറ്റർ അകലെയാണ് ഇന്ത്യ തൊടുത്തുവിട്ട ഒരു മിസൈൽ പോയി പതിച്ചത്. അത് കൃത്യമായ ഒരു മുന്നറിയിപ്പാണ്. പാകിസ്ഥാൻ പ്രകോപനപരമായി ഇത്തരം ഈ സാഹചര്യം വഷളാക്കാൻ ശ്രമിച്ചാൽ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തുന്ന അതേ തീവ്രതയിൽ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് തന്നെ ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ ഒരുക്കങ്ങളെല്ലാം തകൃതിയായി തന്നെ നടക്കുന്നു. ഡൽഹിയിൽ അതുപോലെ വിവിധ യോഗങ്ങളാണ് ഇന്ന് ചേർന്നത്. പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സേനാ തലവന്മാരുടെ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ സംയുക്ത സേനാ മേധാവിയും പങ്കെടുത്തിരുന്നു. കൃത്യമായി സുരക്ഷാ സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ പാകിസ്ഥാനെ എങ്ങനെ പ്രതിരോധിക്കണം, അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടതടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ അർദ്ധസൈനിക വിഭാഗം മേധാവിമാരുടെ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പങ്കെടുത്തിരുന്നു. കൃത്യമായി ഈ യോഗത്തിൽ രാജ്യത്തെ അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യം, അതുപോലെ തന്നെ വിമാനത്താവളങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ, കാരണം നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ ചിലയിടങ്ങളിൽ ആക്രമണ ശ്രമം നടത്തിയിരുന്നു. ആദ്യം 15 നഗരങ്ങളിലേക്കായിരുന്നു പാകിസ്ഥാൻ മിസൈലുകൾ അർദ്ധരാത്രിയോടുകൂടി തുടർന്നുവിട്ടത്. പിന്നീട് ഈ ശ്രമങ്ങൾ ഇന്ത്യ തകർക്കുകയും പിന്നാലെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ വീണ്ടും ഒരു പ്രകോപനവുമായി മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ഇന്ത്യ കരുതുന്നത്. അതുകൊണ്ട് തന്നെ വിമാനത്താവളങ്ങളിൽ നിരവധി വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വരുന്ന യാത്രക്കാർക്ക് ഇരട്ട സുരക്ഷാ പരിശോധനയാണ്. അതുകൊണ്ട് തന്നെ വലിയ നിർദ്ദേശങ്ങൾ അടക്കം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കിയത്, അത് എങ്ങനെയൊക്കെ പുരോഗമിക്കുന്നുണ്ട്, കൃത്യമായി നടപ്പിലാക്കിയോ അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിലയിരുത്തിയിട്ടുണ്ട്. അതേസമയം വിവിധ മന്ത്രാലയങ്ങൾ വെവ്വേറെ യോഗങ്ങൾ ചേർന്നുകൊണ്ട് ആ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളും ഏകോപനങ്ങളും എല്ലാം ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം യോഗം ചേർന്നിരുന്നു. JP നദ്ദ കൃത്യമായി രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നു. ആവശ്യമായ മരുന്നുകളുണ്ടോ, അതുപോലെ തന്നെ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഈ ആശുപത്രിയിലുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തിയിരുന്നു. ഇതുകൂടാതെ തന്നെ ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറി തലത്തിലാണ് ഇപ്പോൾ ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. അതായത് സിവിൽ ഡിഫൻസ് നിയമങ്ങൾക്ക് കീഴിലുള്ള അടിയന്തര അധികാരങ്ങൾ ഉപയോഗിക്കണമെന്നാണ് ഇപ്പോൾ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആവശ്യമായ മുൻകരുതൽ നടപടികൾ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്ന് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലെയും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്കാണ് ഇപ്പോൾ കേന്ദ്രം കത്തയച്ചിരിക്കുന്നത്. എന്തായാലും കൃത്യമായ ഏകോപനവും അതുപോലെ തന്നെ ഒരുക്കങ്ങളുമായിട്ട് തന്നെയാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കും. അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുമെന്നും ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ നടന്ന പാകിസ്ഥാൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. 5:30 വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ ശക്തമായ പ്രകോപനം, അതിനെയെല്ലാം ഇന്ത്യ തിരിച്ചടിക്കുകയും ചെറുത്തു തോൽപ്പിക്കുകയും തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു പകൽ ഈ സംഘർഷത്തിൽ ഒരൽപ്പം അയവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്?
തീർച്ചയായിട്ടും ജമ്മു കാശ്മീർ ഇപ്പോൾ സമാധാനത്തിന്റെ പാതയിലൂടെ തന്നെയാണ് പോകുന്നത്. കാരണം ഇന്നലെ രാത്രിയോടുകൂടി പാകിസ്ഥാന്റെ ഈ ആക്രമണം ഉണ്ടാവുകയും പിന്നീട് ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു. രാവിലെ ചിലയിടങ്ങളിൽ പാകിസ്ഥാന്റെ ഒരു ഡ്രോൺ ആക്രമണ ശ്രമവും അതുപോലെ തന്നെ ഷെല്ലാക്രമണ ശ്രമവും ഉണ്ടായെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷെ അതിനുശേഷം സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. സമാധാനപരമായിട്ടാണ് സാഹചര്യം മുന്നോട്ട് പോകുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഒരു പ്രകോപനവുമായി ഏത് സമയം വേണോ വരാം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാന്റെ ഒരു പ്രകോപനം ഉണ്ടാകാമോ എന്ന് തന്നെ ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണ സജ്ജമായിരിക്കണം. ഒരു തരത്തിലും ഒരു ഒഴിവുകഴിവ് വേണ്ട എന്ന് തന്നെ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഏകോപനവും അതുപോലെ തന്നെ വിലയിരുത്തലുകൾ അടക്കം നടക്കുന്നത്. കൃത്യമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. കൃത്യമായി ഓരോ മണിക്കൂറും സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിയെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായി പ്രധാനമന്ത്രി സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ്. കൃത്യമായി മന്ത്രിമാരുമായി ആശയവിനിമയം നടത്തുകയാണ്. ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിമാരും അടക്കമുള്ളവരുമായി കൃത്യമായി ആശയവിനിമയം നടത്തി ഓരോ മണിക്കൂറും സാഹചര്യം വിലയിരുത്തി വരികയാണ്. കൃത്യമായ സുരക്ഷാ ഏകോപനം അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നതായി ഗുജറാത്ത് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുജറാത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ, അവിടെ ഏത് തരത്തിലാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ നടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ ജമ്മു കാശ്മീരിൽ സ്ഥിതിഗതികൾ സമാധാനപരമായാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ ഒരു പ്രകോപനം ഉണ്ടാകുമെന്നൊരു ആശങ്ക ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളുമായിട്ട് ഇതെല്ലാം ഇന്ത്യ മുന്നോട്ട് പോകുന്നു. എന്തായാലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ 5:30 പ്രസ്താവന, അല്ലെങ്കിൽ എന്തായിരിക്കും വിദേശകാര്യ മന്ത്രാലയം പറയുക, ഇന്നലെ എങ്ങനെയാണ് പാകിസ്ഥാൻ ഇത്തരമൊരു ആക്രമണം നടത്തിയത്, എവിടെയൊക്കെയാണ് ഇന്ത്യ തിരിച്ചടി നൽകിയെന്നുള്ള കൃത്യമായ ഒരു ഔദ്യോഗിക വിശദീകരണം 5:30 വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അന്ന് കൃത്യമായി പാകിസ്ഥാൻ 15 നഗരങ്ങൾ ഇന്ത്യയിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ മിസൈലുകളും ഡ്രോണുകളും തുടർത്തുവിട്ടുവെന്നും ഇന്ത്യ അതിന് ശക്തമായ തിരിച്ചടി നൽകിയെന്നും തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. സമാനമായ രീതിയിൽ എവിടെയൊക്കെയാണ് പാകിസ്ഥാൻ ആക്രമണ ശ്രമം നടത്തിയത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇന്ത്യ ഇതിനെ പ്രതിരോധിച്ചത്, അതുപോലെ തന്നെ എങ്ങനെ തിരിച്ചടി ഇന്ത്യ നൽകി എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു വിശദീകരണം വരും. അതുപോലെ തന്നെ ഇനി എന്തായിരിക്കും ഇന്ത്യയുടെ തുടർ നിലപാട്, എങ്ങനെയായിരിക്കും പാകിസ്ഥാനെ നേരിടേണ്ടത് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി ഒരു വിശദീകരണം ഈ വാർത്താ സമ്മേളനത്തിലൂടെ ഉണ്ടാകുമെന്ന് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും 27 വിമാനത്താവളങ്ങളാണ് നിലവിൽ അടച്ചിരിക്കുന്നത്. പല വിമാനത്താവളങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഡൽഹി അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അത് ചില അസൗകര്യങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് ചില കണക്കുകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഡൽഹിയിലെ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇന്ന് ഇതുവരെ 138 സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ അറൈവൽസ് 4 റദ്ദാക്കിയിട്ടുണ്ട്. ഡിപ്പാർച്ചർ 5, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് അറൈവൽ 63 ആണ് റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും യാത്രക്കാർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടിൽ വിമാന കമ്പനികൾ മാപ്പ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഇത്തരത്തിൽ വിമാനം ക്യാൻസൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളെല്ലാം പൂർണ്ണമായും ഒരുക്കുമെന്ന് തന്നെയാണ് വിമാന കമ്പനികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ജമ്മു കാശ്മീരിൽ പൂർണ്ണമായും വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട്. അവിടെ കൂടുതൽ ട്രെയിൻ സർവീസുകൾ റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ജമ്മു ഉധംപൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് 3 അധിക സർവീസുകൾ, പ്രത്യേക സർവീസുകൾ നടത്തുമെന്നതാണ് ഇപ്പോൾ റെയിൽവേ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളും ആവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്.